പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം കൈവരുമോ? കാരണം നെതന്യാഹു ഖത്തറിനോട് ഖേദം പ്രകടിപ്പിച്ചു ആക്രമണത്തിൽ, അതൊന്ന്. രണ്ടാമത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഒരു സമാധാന സമിതി രൂപീകരിച്ചു. ട്രംപാണ് അധ്യക്ഷൻ, ടോണി ബ്ലെയർ അതിൽ അംഗമാണ്. മറ്റു പ്രതിനിധികളെ തീരുമാനിച്ചിട്ടില്ല. പാലസ്തീനിൽ നിന്ന് ഉൾപ്പെടെ പ്രതിനിധികൾ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. ഒപ്പം 72 മണിക്കൂറിനകത്ത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇനി 72 മണിക്കൂറിനകത്ത് ബന്ദികളെ മോചിപ്പിക്കണം. ഹമാസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ്. ഗാസ പുനർനിർമ്മിക്കും. ഇങ്ങനെ വലിയ 20 പരിപാടികളാണ് ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പശ്ചിമേഷ്യയിൽ ശാശ്വതമായൊരു സമാധാനം അടുത്തെത്തിയും? ഉണ്ട്. എനിക്ക് പ്രശാന്തിനെ ആരെങ്കിലും ഒരു ആള് തല്ലണം, എന്നിട്ട് കണ്ണട അടിച്ച് പൊളിക്കണം. ഞാനത് ചെയ്തിട്ട് ഞാൻ പ്രശാന്തിന് പുതിയൊരു നല്ലൊരു മോടിയൊക്കെ വെക്കുന്ന ഗൂച്ചിയുടെ കണ്ണടയൊക്കെ മേടിച്ചു. ഇത് സോറയും പറയും. അതിൽ വല്ല കാര്യമുണ്ട്? എൻ്റെ ഉദ്ദേശം എന്താ? പ്രശാന്തിനെ അതല്ലെന്ന് അവർ കാണണം, ബാക്കി ഒന്നുമല്ല. അത് അവർ കാണണം എന്നുള്ള എൻ്റെ ഉദ്ദേശം. അതുപോലെയാണ് ഇസ്രായേൽ ഖത്തറിൽ കാണിച്ചു കിട്ടിയത്. കാരണം ഇസ്രായേൽ അവിടെ ലക്ഷ്യം ഉണ്ടായിരുന്നു, ഇതായിരുന്നു. ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഹമാസ് ഭീകരവാദികളോ ലോകത്തെ പല ഭീകരവാദികളുടെയും സോഫ്റ്റ് ഫേസ് ഫ്രണ്ട് ഓഫീസ് ഖത്തറാണ്. അപ്പോൾ അവിടെ കയറി അടിക്കണം, ഇവന്മാരെ ശരിക്കും ഒന്ന് പേടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് ചെയ്തു. പിന്നെ മാപ്പ് പറയുന്നതിന് എന്താ പ്രശ്നം? ശരിക്കും മാപ്പല്ല പറഞ്ഞത്, ഖേദം പ്രകടിപ്പിച്ചു. അതെ, മാപ്പ് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാര്യം നടന്നല്ലോ. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടക്കാരാണ്. ഇന്നത്തെ ക്യാപിറ്റലിസം കണ്ടുപിടിച്ച ജൂതന്മാർ അവരുടെ ബി ടീമായിട്ടുള്ള കാൽവിനിസ്റ്റുകളുമാണ്. കാൽവിനിസ്റ്റ് ക്രിസ്ത്യൻസിന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. അവരാണ് ഇന്നത്തെ ഈ ക്യാപിറ്റലിസം കണ്ടുപിടിച്ചത്. ക്യാപിറ്റലിസത്തിന് ബേസിക്കൽ എന്താ? ലാഭം മാത്രം, നിങ്ങളുടെ നേട്ടം മാത്രമാണ്. ബാക്കി നിങ്ങൾ ഏതം പറഞ്ഞാലും കാലും പിടിച്ചാലും ഒരു പ്രശ്നമില്ല. അതാണ് അതിൻ്റെ ബേസിക് ലോജിക്. പക്ഷേ ഈ ആക്രമണങ്ങളുടെ എല്ലാം ആരംഭം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ 7 അതിദാരുണമായൊരു സംഭവമാണ്. അതിനെ തുടർന്നാണ് ഇതെല്ലാം നടന്നത്. ഈ സംഭവം ഉണ്ടാക്കി വൺ വേ സംഭവം. ഇസ്രായേലിൻ്റെ അതിർത്തിയിലെ സർവൈലൻസ് മറികടക്കുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. അതിന് ഇയാൾ തന്നെ അതിനുള്ള വഴി ഒപ്പിച്ചെടുത്തു. ആര്? നെതന്യാഹു തന്നെ. അതെങ്ങനെ ഒരു കേസ് കിടക്കുകയാണ്. കുറച്ച് കാലം അയാൾ അധികാരത്തിൽ നിന്ന് പുറത്തായിരുന്നു. അടുത്ത ഇലക്ഷൻ നടന്നാൽ ഇയാൾക്ക് പണി കിട്ടുന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ വിഷയം നടക്കുന്നത്. ഇതോടുകൂടി ഇലക്ഷനും റിലീസായി, കോടതി നടപടികളും റിലീസായി. എന്ന് യുദ്ധം നിൽക്കുന്നു അന്ന് ഇങ്ങനെ ആരും തീരും എന്ന രീതിയിലാണ് അവിടെ പോയി. ഇസ്രായേലിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ജൂതരാജ്യം പോയി അവിടെ ജനാധിപത്യം പെർഫെക്റ്റ്, ഇന്ത്യനെക്കാട്ടും പെർഫെക്റ്റാണ്. അവിടെ ഓരോ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ആളുകൾക്ക് ഒരേ റെപ്രസെൻറ്റേഷനാണ് അവിടെ ഇലക്ഷൻ ജയിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ ഹാങ്ങിങ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾ വരുന്നത്. ഈ നെതന്യാഹു അവിടെ ഇവിടെ സഖ്യം ഉണ്ടാക്കിയാണ് അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പം മാത്രമല്ല, മറ്റേ നാളുകളുണ്ടല്ലോ ഹമാസ്, ഈ നാവികൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവർക്ക് എനിക്ക് ആകെപ്പാട് ട്രംപിനോട് ഇഷ്ടം. പണ്ട് നിങ്ങൾ BJP, നിങ്ങൾ പ്രശാന്ത് BJPക്കാരെന്നല്ല, BJPക്ക് ആസൂസരെ കൂടെ ട്രംപിൻ്റെ വലിയ സംഭവം നടക്കുമ്പോൾ അയാൾ ബേസിക്കലി അമേരിക്കക്കാരനാണെന്നും അയാൾക്ക് ഡി ഷേറ്റിന് താല്പര്യത്തെക്കാൾ പറയുന്നത് ഒരു പരിധി കൂടുതൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് അയാളോട് ബഹുമാനമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ഈ പലസ്തീൻ പ്രശ്നം തീർക്കണമെന്നുണ്ട്. പുള്ളിയുടെ ഏറെക്കാലത്തെ ഈ നൊബേൽ എന്നൊരു മോഹം ആണ് സാക്ഷാത്കരിക്കണമെങ്കിൽ അയാൾക്ക് പലസ്തീൻ പ്രശ്നം തീർക്കണമെന്നുണ്ട്. അപ്പോൾ പലസ്തീൻ പ്രശ്നം തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ മേഖലയിൽ ഒരു ഐക്യം വേണം, ഒരു സമാധാനം വരണം. പിന്നെ മാത്രമല്ല, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാം അവരുടെ എപ്പോഴത്തെ പ്രധാന ടാർഗറ്റ് അല്ല. കുരിശുയുദ്ധത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അതിൽ മുസ്ലിംസിനെ തോൽപ്പിച്ചോടുകൂടി തുർക്കിയിലെ രാജാവിനെ ഇല്ലാതാക്കിയോട് കൂടിയിട്ട് തന്നെ അവരെല്ലാം ഇല്ലാതാക്കി. പിന്നെ ഇവർ തന്നെയാണ് പിരിച്ചുവിട്ടത്. പക്ഷേ അതിന് വീക്കം ചെയ്തവരാണ്. അതുകൊണ്ട് മുസ്ലിമായിട്ടുള്ള ഇസ്ലാമായിട്ടുള്ള ഫൈറ്റ് തൽക്കാലം മാറിയിട്ടുണ്ട്. അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യ, ചൈന, ജപ്പാനാണ്. ജപ്പാനിൽ ഷിൻഡോയിസം, ചൈനയിൽ കൺഫ്യൂഷനിസം, താവോയിസം, ബുദ്ധിസം, ഇന്ത്യയിൽ ഹിന്ദുയിസം. ഈ മൂന്നെണ്ണത്തെ താക്കുന്നതാണ്. ഇത് സംഘടിതമല്ല. പക്ഷെ ജപ്പാൻ എന്തൊക്കെ വെച്ചാൽ വേറൊരു സംഭവമാണ്. അവർക്ക് അതിനുള്ളൊരു ശേഷിയിപ്പല്ല. ചൈനയിൽ പിന്നെ കമ്മ്യൂണിസം വന്നിട്ട് കുറേയൊക്കെ അതിൻ്റെ സ്വഭാവം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യ, പിന്നെ വേറെ കംബോഡിയയിൽ അതിശക്തമായിട്ടുണ്ട്. പക്ഷേ കംബോഡിയ ദുർബലമായ രാജ്യമാണ്. ഇതിൽ കളിച്ചതിൽ ഏറ്റവും കമ്മിറ്റഡ് ആയിരിക്കുന്ന സൈനികമായി ശക്തമായ രാജ്യം ഇന്ത്യ. ജപ്പാൻ സൈനികമായിട്ട് ശക്തമല്ല, അറിയാലോ. ജപ്പാൻ സൈനിക ശക്തി.
അതാണ് അവരുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്. അപ്പോൾ ഇസ്ലാമിനെ മുസ്ലിമിൽപ്പെട്ട ആളുകളെ കൺവേർട്ട് ചെയ്യാന്നുള്ള ടാർഗറ്റ് 200 വർഷത്തേക്ക് ആ രീതിയിലില്ല. ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും ഷിൻഡോയിസ്റ്റുകളെയും കൺഫ്യൂഷനിസ്റ്റുകളെയും താവോയിസം അവരെയൊക്കെ കൺവേർട്ട് ചെയ്യുന്നുള്ള ഇപ്പോൾ അവരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ച ട്രംപ് ഫ്രീ ആണ് ഒരു മുസ്ലിം അക്കോർഡ് ഉണ്ടാക്കുക. ഈ മുസ്ലിം അക്കോർഡാണ് ദുബായ് എന്ന് കഴിഞ്ഞാൽ എബ്രഹാമിക് അക്കോർഡ്. ഞങ്ങൾ മൂന്നിനും ബേസിക്കലി ഒരു ബിലീഫിൻ്റെ വിവിധ വശങ്ങൾ പിന്തുടരുന്ന ആളുകളാണ്. അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമും. അത് സെമറ്റിക് പദമാണ്. ഈ പ്രൊട്ടസ്റ്റന്റുകാരായി നടക്കുന്ന അബ്രഹാമിക് റിലീജിയൻസ് എന്ന് അതെ അതെ അതെ. കാരണം പക്ഷേ ഇതിപ്പം ഇതിൻ്റെ അടിയിൽ തന്നെ കുറേ ഈ പ്രൊട്ടസ്റ്റന്റ് തീവ്രവാദികളും ഭീകരവാദികളും ഉണ്ട്. അവരങ്ങനെ തന്നെ പറയണം. അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവർ ആയുധം എടുക്കുന്നില്ല എന്നുള്ളത്. അവരിതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും, ഇസ്ലാം ഇതിൻ്റെ ഭാഗമല്ല. പിന്നെ എന്താണ് ഉൽപ്പത്തി നിയമത്തിൽ വലിയ ഗ്യാപ്പ് ഉണ്ട് മുഹമ്മദ് പേര് കണക്ക്. ആ ഗ്യാപ്പൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം ബൈബിൾ പഴയ നിയമത്തിൽ, അത് പുതിയ നിയമത്തിലുണ്ട്. ഈ ഉൽപ്പത്തി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ പിന്നെ ബാബിലോണിയിലെ ഇതിഹാസങ്ങൾ കോപ്പി അടിച്ചുണ്ടാക്കിയത്. ഇവർ യഹോവ എന്ന ദൈവം തന്നെ ബാബിലോണിയിലെ ഏൽ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വേറൊരു ഇതാണ്. അബ്രഹാം നമ്മളെ പൂർവികൻ എന്ന് പറയുന്ന ആള്, നമ്മളെ മതത്തിൻ്റെ പൂർവികൻ എന്ന് പറയുന്ന ആള് ഉരവ് എന്ന് പറഞ്ഞിട്ടുള്ള ബാബിലോണിയൻ നഗരത്തിൽ നിന്ന് പോയതാണ്. മനസ്സിലായില്ലേ? അതായത് അപ്പം അങ്ങനെയുള്ള ഈ മൂന്ന് മതങ്ങളെയും മതങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ പല വർഷങ്ങളും തീർന്നിട്ടു. ഇവരമ്പിലാണ് ഇപ്പം നടക്കുന്ന സംഘർഷങ്ങൾ. അപ്പം അതിൽ ജൂതന്മാർക്ക് മാത്രമേ ആളെ കൂട്ടുന്ന പരിപാടിയില്ല. ബാക്കി നമ്മൾ 2 മതങ്ങൾ ആളെ കൂട്ടുന്ന പരിപാടിയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എങ്ങനെ ആളെ കൂട്ടാം? അപ്പോൾ ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. അടുത്തൊരു 1000 വർഷം കൊണ്ട് ഏഷ്യയും ആഫ്രിക്കയും കൂടി ക്രിസ്ത്യനൈസ് ചെയ്യണോ എന്നുള്ളതാണ് അവരുടെ അജണ്ട. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മളെ പോപ്പ് പറഞ്ഞ. പക്ഷെ പോപ്പ് അതിൽ സീരിയസ് ഒന്നുമല്ല. പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്റ്റുകാരാണ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അല്ല, ഈ കത്തോലിക്കർക്ക് ഇപ്പോൾ വേറെ പണിയുണ്ട്. പിന്നെ ആ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് പോപ്പ് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ജോർമോൾ മാപ്പം. അപ്പം അതങ്ങനെ എബ്രഹാമിക് അക്കോർഡ് ഉണ്ടായ സമയത്ത് അവിടെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പറയുന്ന UAE പോലുള്ള രാജ്യങ്ങൾ, ജൂതന്മാരെ ഇസ്രായേൽ, അമേരിക്ക ക്രിസ്ത്യൻ മതത്തെ പ്രതിനിധീകരിച്ചു. അപ്പോൾ അത് വന്ന സമയത്ത് അവിടെ സമാധാനം വരുമെന്നൊരു ഫീൽ വന്നു. അപ്പോൾ ഇവിടെ യുദ്ധം ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന, ഭീകരവാദം ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അവരെ കച്ചവടം പൂട്ടിപ്പോകും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരായി നിന്നാണ് ഈ പല സാധനങ്ങൾ എന്നെ സ്വാധീനിച്ചത്. ലോകത്തുള്ള എല്ലാ ഭീകരവാദത്തിനും കാരണം പലസ്തീൻ പ്രശ്നമാണ്. ഒരു പരിധിവരെ കാരണമാണ്. പലസ്തീനിൽ ഇൻജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ജൂതന്മാർ 2000 വർഷം മുമ്പ് അവിടെ നിന്ന് പോന്തള്ളപ്പെട്ട്, അവരെ പോന്തല്ലേ മുസ്ലിം, അത് ഇസ്ലാം ഉണ്ടായിട്ട് പോലും ഇല്ല. അവരെ പോന്തല്ലേ നമുക്ക് നാസം വന്നിട്ടുള്ള അവിടെ ഹിന്ദുമതം പോലെ ഒരു മതമായിരുന്നു ഈ ബാബിലോണിൽ ഉണ്ടായത്. അതിൽ വിശ്വസിക്കുന്ന രാജാവാണ്. പിന്നെ അവിടെ തിരിച്ചവരെ കൊണ്ടുവന്നത് സെർസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിലെ രാജാവാണ്. ഇപ്പോൾ ഒരു ബോംബിടാൻ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെർസസ് സ്വയം ഒരു ദൈവമാണെന്ന് കരുതിയ ആളാണ് സെർസസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ തിരിച്ചു ഹരോദ് എന്നാണ് അവരുടെ അമ്മാവിലടിയായിരുന്നു കുറേ കാലം. അതും കഴിഞ്ഞിട്ടാണ് റോമക്കാർ ഇവിടേക്ക് കീഴടക്കുന്നത്. ഇതിനൊന്നും ഇസ്ലാം വന്നപ്പോൾ ആ സമയത്ത് എവിടെയും ഇല്ല. റോമക്കാർ കീഴടക്കുമ്പോൾ ഇസ്ലാം ഉണ്ടായിട്ടില്ല. അപ്പം ഇവർക്ക് ക്രിസ്ത്യാനിറ്റി തന്നെ ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ടില്ല. പിന്നെ റോം ക്രൈസ്തവൽക്കരിക്കപ്പെട്ടു. പക്ഷെ അവർ ഈ ജൂതന്മാരോട് ഭയങ്കര മോശമായിട്ടാണ് റോം പെരുമാറിയത്. കാരണം റോമിലെ ഭീകരവാദികൾ വളരെ റോമിലെ ഭീകരവാദികളായിട്ടാണ് ഇവരെ കണ്ടത്. നിങ്ങൾ ആ സിനിമ ഉണ്ടല്ലോ, ബെൻഹ എന്നുള്ള സിനിമ കണ്ടാൽ മനസ്സിലാവും. അവിടെയുള്ള ഏതായാലും ഭീകരവാദികളെ പോലെയാണ് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ അവൻ്റെ പിന്നെ വേട്ടയാടി. ഈ വേട്ടയാടൽ ഈ ഒരു 1-ാം ലോക മഹായുദ്ധം വരെ ഉണ്ടായിരുന്നു. അന്ന് വരെ നല്ല രീതിയിൽ തുല്യപൗരന്മാരെ കണ്ട നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. രണ്ടാമത് മുസ്ലിങ്ങളുമാണ്. ഖുർആനിൽ ചില ഫൈറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരെ 2ാമത്തെ വസന്തകാലം എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു കക്ഷിയാണ് ആ സംഭവം ഉണ്ടാക്കിയത്. മറ്റേ സ്പെയിൻ പണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ, ഉമയ്യദ് ഖാലിഫേറ്റ്, ആ കാലഘട്ടത്തിലാണ്. പിന്നെ അതിന് തുർക്കികളുടെ അണ്ടറിൽ ഇവർക്ക് എല്ലാ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇവർ ആദ്യം തുർക്കികളെടുത്താണ് പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് അവിടെ രാജ്യം ഉണ്ടായി തന്നെ, അങ്ങനെയാണ് നിങ്ങളെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു തരാം. ആ സമയം നമ്മളെ യുദ്ധമൊക്കെ ജയിപ്പിക്കാനുള്ള ശേഷി ഇവർക്ക് എത്തി, പൈസയൊക്കെ. അപ്പോൾ എങ്ങനെ വന്ന് ഞങ്ങളെ അറബി സഹോദരന്മാരെ ഞങ്ങൾ കൈവിടാൻ പറ്റില്ല. നേരെ ഇംഗ്ലണ്ടിനെ പോയി കണ്ട്. ഇംഗ്ലണ്ടിൽ വന്നാൽ നിങ്ങളെ സഹായിക്കും. അതുവരെ ഇംഗ്ലണ്ട് യുദ്ധത്തിൽ ഇങ്ങനെ പിന്നോട്ടടിച്ചുകൊടുക്കുകയായിരുന്നു. നിങ്ങൾ അവിടെ രാജ്യം ഉണ്ടായിത്തരാം. അങ്ങനെയാണ് ബഫർ ഡിക്ലറേഷൻ വരുന്നതും അവിടെ രാജ്യം ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ അന്ന് ഈ അവിടെ മക്കയിലെ ഷെരീഫ് ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കും വലിയ മുസ്ലിങ്ങളെല്ലാം ലോകത്ത് ഒറ്റക്കെട്ടാണ്, ഐക്യത്തിന് വേണ്ടിയിരിക്കുകയാണ്. ഇവരുടെ ഖലീഫ ആയിരുന്ന അന്നത്തെ തുർക്കി രാജാവിനെതിരെ ക്രിസ്തുമത വിശ്വാസികളായ ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ട് ജൂതരാജ്യം ഉണ്ടാക്കാൻ സഹായം ചെയ്തു കൊടുത്ത ആരാധിക നമ്മളെ മക്കയിലെ ഷെരീഫ്. പിടികിട്ടിയോ? ശബരിമല തന്ത്രി എന്ന് പറയുന്ന പോലെ. ശബരിമല തന്ത്രി
അവിടെ തൊട്ടടുത്തൊരു പൂങ്കാവനത്തിൽ ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ സാധിച്ച അങ്ങനെ ഉണ്ടാവും. ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു അക്കോർഡ് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിൽ സമാധാനം വരും. ക്രിസ്ത്യാനി മുസ്ലിങ്ങളാണല്ലോ ആളെ കൂട്ടാൻ മനസ്സിലല്ല. ഹിന്ദുക്കൾക്കോ യസീഡികൾക്കോ പാർസികൾക്കോ ജൂതന്മാർക്കോ ഒന്നും ആളെ കൂട്ടുന്ന പരിപാടിയില്ലല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ബിസിനസ് കൂട്ടും. അത് കണക്കാക്കിയിട്ടാണ് അത് നെതന്യാഹുവിന് അയാൾക്ക് അയാളുടെ നിലനിൽപ്പ് നോക്കേണ്ടിയിരുന്നു. ഇവന്മാർക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇവന്മാർ ഈ അക്കോർഡ് വരാൻ പാടില്ലായിരുന്നു. അക്കോർഡിൻ്റെ കാര്യം തീർന്നല്ലോ. 1,00,000 ആളുകളല്ലേ അവിടെ കൊല ചെയ്യപ്പെട്ടത്. 1000-ഓളം ജൂതന്മാർ, അതും ഈ പലസ്തീൻ വിഷയത്തിൽ അനുകൂല നിലപാടെടുത്തിരുന്ന ഈ ഇടതുപക്ഷ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്തെ ജൂതന്മാരെയാണ് കൊണ്ടുപോയത്. അതോടുകൂടി അവരൊക്കെ ഇസ്രായേലിസ്റ്റുകളായി മാറി. ഒന്നാമത്തെ കാര്യം, 1000-ഓളം ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ കുറേ സ്ത്രീകളൊക്കെ അതിഭീകരമായിട്ട് ആണ് തട്ടിക്കൊണ്ടുപോയത്. പിന്നെ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. തട്ടിക്കൊണ്ടുപോകുന്നത് ഭീകരമായിട്ടാണ്. മുടിയൊക്കെ പിടിച്ച് അരിച്ചരിച്ച് അവിടെ ദ്രൗപദിനെ കൊണ്ടുപോകുന്നത്. പകരമായിട്ട് നെതന്യാഹു 1,00,000-ഓളം മുസ്ലിങ്ങളെ കൊന്നു. മുസ്ലിങ്ങളല്ല, ഗാസയിലെ ആളുകളെ കൊന്നു. 60,000-ഓളം സ്ത്രീകളും കുട്ടികളും. അതിന് മാത്രമല്ല, അതിൻ്റെ ഈ ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കിടപ്പ്. ഇപ്പം തൽക്കാലം ഇപ്പം ഇത് പറഞ്ഞു നോക്കണ്ട. ഇസ്രായേൽ ഈ രീതിയിൽ കളി പോവുകയാണെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാൻ അക്കൗണ്ട് ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ അല്ല, അത് ഇസ്രായേലിനെതിരെയാണ്. അത് ആദ്യമേ പറഞ്ഞത് നമ്മളാണ് അന്നേ. ഇസ്രായേലിനെതിരെയാണ് ഈ അക്കോർഡ് വന്നത്, ഇന്ത്യക്കെതിരെ അല്ല. അപ്പം ഈ സാധനം അപ്പോൾ ഇങ്ങനെ ലോകം 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്ക് വരെ എത്തിച്ചാരാണ്? ഒന്ന് നെതന്യാഹു കമാൻഡിങ് പൊസിഷൻ ആയിരുന്നുകൊണ്ട് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. യവന്മാരായ ഒരു സാധനം ഇല്ല, യവന്മാരാണ് കൊണ്ടുവച്ച് അവിടെ മാന്തി കാരണം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഈ അതിൽ ഖത്തറിന് പങ്കുണ്ട്. ഈ സമാധാന സന്ധി പൊളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതേതാണ്ട് ഇപ്പോൾ നടന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇതൊന്നും വരാൻ പോകുന്നില്ല, ശാശ്വത സമാധാനം. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരും. ആ ഇമ്രാൻ ഖാൻ അവിടെ വരികയും ഈ അമേരിക്കൻ ക്ലച്ചസ് നിന്ന് അവിടുത്തെ പട്ടാളം മോചിതരാവുകയും ചെയ്യുകയും ഇവിടെ RSS BJP കേന്ദ്രം ഭരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാശ്മീർ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അവിടെ 2 നേഷൻ തിയറിയാണ് UN പറഞ്ഞത്. അത് ആദ്യം അറബികൾ അംഗീകരിച്ചില്ല, അപ്പം ഇസ്രായേലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ഹമാസിൻ്റെ പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിച്ചാൽ ഇസ്രായേലിന് ഗാസയോടോ പാലസ്തീനോടോ അല്ല പ്രോബ്ലം കിടക്കുന്നത്. ഇസ്രായേൽ ഒരിക്കലും വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടെ ഒരു രാജ്യം അംഗീകരിക്കില്ല. അത് നെതന്യാഹുവിൻ്റെ അയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള സ്റ്റാൻഡാണ്. അയാൾ ആ നിലപാട് പിന്തുടരുന്ന ആളുകളാണ് അവിടെ ഭരണവർഗത്തിൽ ഭൂരിപക്ഷം. അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിക്കാത്ത കാലത്തുള്ള അറബികൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഒരു കാരണമുണ്ട്. അവരുടെ ഇസ്ലാമിക് ബ്രദർഹുഡും ഒക്കെ കിടന്ന് കളിച്ചിട്ട്. പക്ഷേ ഇതേ ഇസ്രായേലുമായിട്ടാണ് സൗദി അറേബ്യയും UAEയും ഒക്കെ സഹകരിക്കുന്നത്, ജോർദാനൊക്കെ സഹകരിക്കുന്നത്. സഹകരിക്കുന്നു പറയുമ്പോൾ ഇസ്രായേലിന് അവർക്കൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് ഈ സൗദി അറേബ്യ എന്തിനാണ് ഈ പാകിസ്ഥാനായിട്ട് ഇങ്ങനെ ബന്ധം? അവരും നമ്മൾ വളരെ നല്ല ബന്ധമാണ്. നമ്മൾ പാകിസ്ഥാൻ നമ്മളെ കാര്യം അവരെ എഫക്ട് ചെയ്യുന്നില്ല. അവർ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ്. കാരണം ഇസ്രായേലിന് വിശാല ഇസ്രായേൽ എന്നൊരു സ്വപ്നമുണ്ട് ഈ സിയോണിസ്റ്റുകൾക്ക്. അത് സൗദിൻ്റെ പ്രദേശങ്ങൾ വിടും, ഇറാൻ്റെ അതിർത്തി കൂടെ പോകും, ഈജിപ്തിൽ പെടും, ടുണീഷ്യ വിടും, ജോർദാൻ വിടും. ഇതാണ് പ്രശ്നം. ഇവർ കൂടി വന്ന് നാളത്തെ അതെടുക്കും എന്നുള്ള പേടിയാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു RSS നേതാവ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡിജി മോഹൻദാസ് മറ്റേ പറഞ്ഞാൽ ഞാൻ കേട്ടത്, അതിൻ്റെ തെളിവെന്ന് എനിക്കറിയില്ല. ഡിജി മോഹൻദാസ് RSS നേതാവല്ല, പക്ഷെ ഇപ്പോൾ BJP നിൽക്കുന്ന ആളാണ്. അതായത് പണ്ട് ഏതൊരു പട്ടാളക്കാരനോ ആരോന്ന് ചോദിച്ചു RSS നേതാവിനോട്, നമ്മൾ ആ പാക് അധിനിവേശിച്ച കാശ്മീർ അവർക്ക് വിട്ടുകൊടുത്ത ഈ പ്രശ്നം തീരില്ലേ? അപ്പോൾ ഈ RSSൻ്റെ നേതാവ് തിരിച്ചു കൊടുത്ത മറുപടി, അങ്ങനെ വിട്ടുകൊടുത്ത അടുത്ത അവർ കാശ്മീർ ചോദിക്കും, പിന്നെ അവർ പഞ്ചാബ് ചോദിക്കും, പിന്നെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പേടിയുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്തുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, അവസാനം പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും നമ്മൾ ആണവ ഉടമ്പടി വരുമോ? കാരണം ആണവ യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിലായാലും ഈ സാധനമുള്ള ഇവരെ കയ്യിലാണ്. അതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കൂടെ അവർ കട്ടയ്ക്ക് നിൽക്കുന്നത്. നമ്മളവരെ സഹായിച്ചുകൊണ്ട് മാത്രമല്ല, അതായത് മുസ്ലിങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അവരല്ലേ പോയി വോട്ടടിക്കൊള്ളുന്നത്. പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ ഇന്ത്യ ശക്തിപ്പെടണം. ഇന്ത്യയാണ് പാകിസ്ഥാനെ ചെക്ക്മേറ്റ്. ഇതിങ്ങനെയാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് ഇതിവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് നമ്മളെ കൊണ്ടൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. ഈ വെടിനിർത്തൽ ഒരു താൽക്കാലികമാണ്, ആകെ താൽക്കാലികമാണ്. ഇത് കുറച്ച് യുവമാർക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ യുവമാർ പൊട്ടിക്കും. യുവമാർ നമ്മളെ കൊണ്ടേ പോകുള്ളൂ. പൊഞ്ഞു പോകും. ഇപ്പം യൂതന്മാരെന്ന് ശൈലോക്ക് അറിയാലോ, കണ്ണി ചോരാത്ത കച്ചവടക്കാരാണ്. അവർക്ക് അവരുടെ ഇടയിൽ മാത്രമാണ് സമാധാന ശാന്തിയൊക്കെ വേണ്ടുള്ളൂ. മറ്റുള്ളവർ അവർ പരിഗണിക്കുന്ന പോലും ഇല്ല. അവരുടെ ആവശ്യത്തിന് പരിഗണിക്കും. ഇതിൽക്കാ നമ്മളെ കൊണ്ടേ പോകുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.